നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കണുണ്ടോ? ലൈവ് ഉള്ളത് കൊണ്ട് ഇത് പറയാതൊരു മടിയുണ്ട്. പക്ഷെ നമ്മൾ ഈ തള്ളൽ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരല്ലാത്തത് കൊണ്ട് സത്യസന്ധമായി ഞാൻ പറയും, നമ്മൾ തള്ളൽ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരല്ല. വയനാട്ടിലേക്ക് മഹാനായ KV മുഹമ്മദ് മുസ്ലിയാർ പോയ ഒരു കഥ പറയുന്നുണ്ട്. ഇത് നേരിട്ട് പറഞ്ഞൊരു സംഭവമാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ അത് ഉദ്ധരിച്ചതായി ഞാൻ കേട്ടിട്ടില്ല, നിങ്ങളും കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ പട്ടിക്കാട് ജാമിയ നൂരിയിൽ പഠിക്കുമ്പോൾ അവിടുത്തെ അൽമുനീറിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്നു. അപ്പോൾ ഉസ്താദിനെ അഭിമുഖം ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം നേരിട്ട് സംസാരിച്ചൊരു സംഭവമാണ് ഞാൻ പറയണത്. അന്ന് വയനാടൻ ചുരത്തിൽ വാഹന ഗതാഗതമില്ലാത്ത, ഇത്രമേലില്ലാന്നേ ഉള്ളൂ, വാഹനമുണ്ട്, ഇത്രമേൽ ഏത് സമയത്തും ട്രാഫിക് ജാം ആകുന്ന ഒരു സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും തടി കയറ്റി വരുന്ന മുരങ്ങി വരുന്ന ഒരു ലോറി അല്ലാതെ, എപ്പോഴെങ്കിലും ഒരു ദീർഘയാത്ര ബസ് അല്ലാതെ. അപ്പോൾ ഈ അടിവാരം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നാണ് KV ഉസ്താദ് നടന്നിട്ടാണ് കയറിയത്. പോകുന്നത് മാനന്തവാടിയിലേക്കാണ്. കൽപ്പറ്റയിൽ നിന്ന് എത്രയോ ദൂരമുണ്ട് മാനന്തവാടി. നിങ്ങളുടെ അടുത്തല്ലേ ഈ ചുരം? ഹബീബിങ്ങളെ, അദ്ദേഹം പറയാണ് ഞാൻ പകുതി കയറിയപ്പോ എനിക്ക് ഭയങ്കരമായ ദാഹം വന്നു. താഴോട്ടിറങ്ങാൻ കഴിയില്ല, മുകളിലോട്ട് കയറാനും വയ്യ, അത്രയ്ക്ക് ക്ഷീണം. നടന്നിട്ട് കയറി എന്ന് പറഞ്ഞാൽ എന്ത് അത്ഭുതം! 9 ഹെയർപിൻ വളവുകളുണ്ട് ഇപ്പോൾ പോലും വയനാടൻ ചുരത്തിന്. 9 ചെറിയ സംഖ്യയാണെങ്കിലും അത് ദീർഘിച്ച് കിടക്കുന്ന ഒരു ചുരമാണ് വയനാടൻ ചുരം. അദ്ദേഹം പറയാണ് ഞാൻ തളർന്നിങ്ങനെ ചാരിയിരുന്നു. ഒരു ഭാഗത്ത് അഗാധമായ കൊക്കയാണ്, പിറകിൽ ഉത്തുംഗമായ ഒരു വനനിരയാണ്. ആരോടാണ് പറയാ? ഇപ്പോഴാണ് 4-ാം വളവിലും 6-ാം വളവിലും ഒക്കെ ചായക്കടയുള്ളത്. അന്ന് അതുപോലുമില്ല. മനുഷ്യവാസം കാണണമെങ്കിൽ ലക്കിടിയിലെത്തണം, കൽപ്പറ്റയുടെ സ്വാഗത നഗരിയായ ലക്കിടിയിലെത്തണം. അദ്ദേഹം പറയട്ടെ, ഞാനിങ്ങനെ ചാരിയിരുന്നു, കണ്ണു ചുമ്മി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി, മദ്രസ പ്രസ്ഥാനത്തിനു വേണ്ടിയല്ലേ ഞാൻ നടന്നത് എന്ന് ഓർത്തു. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് തായിഫിന്റെ മണ്ണിൽ ആട്ടിയോടിക്കപ്പെട്ട പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ഏറുകൊണ്ട് ദാഹവശനായി ഓടി ഒരു ഈത്തപ്പനയുടെ ചെരുവിൽ ഇങ്ങനെ ചാരിയിരുന്നത് ഞാൻ ഓർത്തു. മക്കളെ, KV ഉസ്താദ് ഇത് പറയുമ്പോ കണ്ണ് നിറയുന്നുണ്ട്. ഞാനിങ്ങനെ കലിമ ചൊല്ലാൻ തുടങ്ങി. മരിക്കുന്ന എനിക്ക് ഉറപ്പായി. ഒരു മനുഷ്യനില്ല, താഴോട്ടും മുകളിലോട്ടും കയറാൻ പറ്റില്ല, വെള്ളം കിട്ടാതെ ഞാൻ അവിടെ മരിക്കുന്ന ഉറപ്പായി. പക്ഷെ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ സംഭവം ഓർത്തു. തായിഫിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഇത്ര പറയുന്ന ഈണത്തിലൊന്നല്ല അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു ഭാഷയിൽ. എന്നാൽ വളരെ മനോഹരമായ മലയാള ഭാഷ സംസാരിക്കുന്ന ആളായിരുന്നു KV ഉസ്താദ് എന്ന് ഇവിടെയുള്ള പ്രായമുള്ളവർക്കും ഉസ്താദുമാർക്കും അദ്ദേഹത്തിന് പ്രസംഗം കേട്ടല്ലറിയാം. വളരെ കൃത്യമായ മലയാളം ഭാഷ സംസാരിക്കുന്ന ആളായിരുന്നു. പാലക്കാട് ജില്ലക്കാരനായിട്ട് കൂടി അല്ല, മലപ്പുറം ജില്ല. ഹബീബിങ്ങൾ, അദ്ദേഹം പറയാണ് ഞാൻ കണ്ണ് ചിമ്മി ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ എപ്പോഴോ ആരോ എന്നെ തട്ടി വിളിക്കുന്നത് പോലെ തോന്നി. ഞാൻ കണ്ണു തുറന്നു. ഏകദേശം ഒരു 12-13 വയസ്സുള്ള ഒരു കുട്ടി എന്റെ മുന്നിൽ. അവന്റെ കയ്യിൽ ഒരു പാത്രം വെള്ളമുണ്ട്. സുബ്ഹാനല്ലാഹ്, നിങ്ങളിത് ആദ്യമായിട്ട് കേൾക്കുന്ന സംഭവം. അവൻ എന്റെ നേരെ ചിരിച്ചു. ഞാൻ ആ വെള്ളം വാങ്ങി ബിസ്മി ചൊല്ലി കുടിച്ചോ. ദാഹം തീർന്നു, ആഹ്ലാദമായി, ശ്വാസം നേരെ വീണു, ആരോഗ്യം തിരിച്ചു കിട്ടി. ഞാൻ ആ പാത്രം തിരിച്ചു കൊടുത്തു. അവൻ പോയി. അവൻ കുറച്ചു ദൂരം പോയപ്പോഴാണ് ഞാൻ ഓർത്തു, പടച്ചോനെ, ആരാണ് അവനോട് ഞാൻ ഇവിടെ ദാഹിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്? ഏതു വീട്ടിൽ നിന്നാണ് ഈ ഏകാന്തമായ മലഞ്ചരിവിലേക്ക് 13 വയസ്സായ ബാലനെ പറഞ്ഞയച്ച വീട്ടുകാരാരാണ്? ഞെട്ടലോടെ ഞാൻ ഓർത്തു. ഞാൻ അവന്റെ പിറകിലൂടെ ഓടി. പക്ഷെ ചുരത്തിൽ എവിടെയും ആ ബാലനെ കണ്ടില്ല. ലക്കിടിയിലാണ് മനുഷ്യവാസമുള്ളത്. ചുരത്തിൽ എവിടെയും ഒരു തട്ടുകട പോലുമില്ല. ഇത് പറയുമ്പോ മഹാനരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാക്കും നാക്കുമായിരുന്ന ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി ചുരം കയറുകയും നാടിറങ്ങുകയും നാട്ടിടവഴികളിലൂടെ സഞ്ചാരം ചെയ്യുകയും ചെയ്ത ദിഷണാശാലിയായ പണ്ഡിതൻ മൗലാനാ KV മുഹമ്മദ് ഉസ്താദിന്റെ കണ്ണ് നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പിയിട്ട് ആ മഹാൻ പറയുകയാണ്, കുട്ടികളെ, എനിക്ക് മനസ്സിലായി, എനിക്ക് വെള്ളവുമായി വന്നത് അത് മഹാനരായ
അബുൽ അബ്ബാസ് ഖിളർ നബി അലൈഹിസ്സലാം ആണ് എന്ന് എനിക്ക് ബോധ്യമായി എന്ന് മൗലാന കെ.വി. മുഹമ്മദ് മുസ്ലിയാർ ഒരു പ്രഭാഷണത്തിലും അദ്ദേഹം ഇത് പറഞ്ഞതായി കേട്ടിട്ടില്ല, എവിടെയും എഴുതിയതായി കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ എഴുതിയിട്ടുണ്ട്. ജാമിയ നൂരിയയുടെ കയ്യെഴുത്ത് മാസികയുടെ പേജിൽ ഇപ്പോഴും മഷി വറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ അലമാരയിൽ അത് വിശ്രമിക്കുന്നുണ്ട്. തള്ളല്ല, ഉണ്ടായ സംഭവമാണ്. അദ്ദേഹത്തിന് അത് പ്രസംഗത്തിലൊക്കെ പറഞ്ഞ ഭയങ്കര സ്വന്തം പൊക്കമായിരുന്നു. കാരണം ഹിളർ നബിയൊക്കെ വന്ന ആളാണ് ഞാനെന്ന്. വന്ന ഹിളർ നബിക്കല്ല മാത്രം, വന്ന ഞാന് ഭയങ്കര ആളാന്ന് വേണമെങ്കിൽ പറയായിരുന്നു. അങ്ങനെയാണല്ലോ ഇപ്പൊ സംഭവിക്കുന്നതൊക്കെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ എന്താ വരാൻ കാരണം? ആ മനുഷ്യൻ നടന്നു തീർത്തത് ഇതുപോലെയുള്ള മദ്രസ ഉണ്ടാക്കാൻ വയനാട്ടിലേക്കുള്ള വഴിയിലാണ്. ആത്മസൗരഭ്യത്തിന്റെ മഹാരഥന്മാർ നേതൃത്വം നൽകിയ ആത്മീയ പ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസ സ്ഥാപിക്കാനാണ് ആ മനുഷ്യൻ നടന്നു തീർത്തത്. അവിടെയാണ് ഖിളർ അലൈഹിസ്സലാം വെള്ളപാത്രവുമായി വന്നത്. അല്ലാത്തതിനും സാധ്യതയൊക്കെ ഉണ്ട്. ഖിളർ നബി അല്ലായിരിക്കാം. അല്ലാത്തതിന് സാധ്യതയുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ വെള്ളം കൊണ്ടുവന്നതിന് ഉത്തരം തരേണ്ടി വരും. അത് സംശയം ഉന്നയിക്കുന്നവർ ഉത്തരം തരേണ്ടി വരും. ഓരോ ഓപ്ഷനും ഇല്ല. അങ്ങനെ 12 വയസ്സായ ഒരു കുട്ടി ഇറങ്ങി വരില്ല, ഇത്രയും ദൂരം യാത്രയില്ല, ഇവിടെ ഇദ്ദേഹം വെള്ളത്തിന് ദാഹിച്ചിരിക്കുന്നു എന്ന് അറിയില്ല. ഇത്തരം ആശങ്കകൾക്ക് മറുപടി ഉണ്ടെങ്കിൽ മാത്രമാണ് അപ്പുറത്തൊരു ഓപ്ഷൻ ഉള്ളൂ. ഓപ്ഷൻ അല്ലെങ്കിൽ പിന്നെ ഖിളർ നബി ആയിരിക്കും. ഇവിടെ പറഞ്ഞില്ലേ സയ്യിദുൽ ഉലമ കുറച്ചു മുമ്പ് ഹജ്ജിന്റെ വേളയിൽ കലീമുല്ലാഹി മൂസ മക്കയുടെ മലഞ്ചെരുവിലൂടെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു എന്ന് അഷ്റഫുൽ ഖൽഖി ത്വഹ റസൂലുള്ളാഹി. സാധ്യതയൊക്കെ ഉണ്ടല്ലോ ഹബീബിങ്ങളെ. അതുകൊണ്ട് ഈ സ്ഥാപനവും ഇവിടെ അനുസ്മരിക്കുന്ന ഉമർ കോയ ഉസ്താദും ഇൽമിന്റെ ജ്ഞാനോദയ സിദ്ധി ലഭിച്ചവരാണ്. ഇവിടെ നിന്നാണ് അള്ളാഹുവിന്റെ റസൂലിനെ പഠിപ്പിക്കുന്നത്. യുക്തിവാദത്തിലേക്ക്, മതനിഷേധത്തിലേക്ക്, വഹാബിയത്തിലേക്ക്, ജമാഅത്തുകാരന്റെ മതരാഷ്ട്രവാദത്തിലേക്ക് നവതലമുറകൾ ഈയാമ്പാറ്റകളെ പോലെ തെറിച്ചു പോകുമ്പോൾ അഹ്ലുസുന്നയുടെ മനോഹരമായ ജ്ഞാനോദയ വഴിയിൽ അവർ സഞ്ചരിക്കണം. ഹബീബിങ്ങളെ ഇൽമിനൊരു ജ്ഞാനോദയ സിദ്ധിയുണ്ട്. ഇവിടെ പ്രസംഗിച്ചു പോയ സയ്യിദുൽ ഉലമയുടെ ഗുരുവര്യനുണ്ടല്ലോ. ഇവിടെയുള്ള ഉസ്താദുമാർക്കെല്ലാം ഗുരുവര്യന്മാരുണ്ട്. ഈ സയ്യിദുൽ ഉലമയുടെ ഗുരുവര്യന് അത് മഹാനരായ ശംസുൽ ഉലമ അവരാണ്. അവരുടെ ഉസ്താദ് പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരാണ്. അവരുടെ ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദാണ്. അവരുടെ ഉസ്താദ് കുത്തുബി മുഹമ്മദ് മുസ്ലിയാരാണ്. അവരുടെ ഉസ്താദ് പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരാണ്. അവരുടെ ഉസ്താദ് കുട്ടി മുസ്ലിയാരാണ്. അവരുടെ ഉസ്താദ് ആരാണെന്നറിയുമോ? കാക്കത്തറവാടിന്റെ രാജകുമാരൻ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ ഖുബ്ബത്തുൽ ഖദറായിന്റെ താഴെ നിന്ന് റൗളാ ശരീഫിലേക്ക് കണ്ണും മനസ്സും അയച്ച് ഹൃദയരക്തം ചാലിച്ച് കഥന കാവ്യം എഴുതിയ അനസ് ഇബ്നു മാലിക അവരുടെ ഉസ്താദാരാ സുലുസൂക കാഫൂറുൽ റുബൂക അംബറൂ ഖുംസൂക യാഖൂത്തുൽ ബാഖീക ജൗഹറൂ സലാത്തു വ തസ്ലീമുൻ. സകല വിജ്ഞാനങ്ങളുടെ കനകഭണ്ഡാരങ്ങൾ ഏതു മനുഷ്യന്റെ മുന്നിലാണോ തുറക്കപ്പെട്ടത്, ഹബീബുന വസയ്യിദുന വഖായിദുന മുഹമ്മദുർ റസൂലുള്ളാഹ്. നോക്കൂ നിങ്ങൾ ഈ പോക്ക്. ഇവിടെ ഇരുന്ന് സയ്യിദുൽ ഉലമയിൽ നിന്നാണ് ഞാൻ ഹബീബായ റസൂലുള്ളാഹിയിലേക്ക് പോയത്. അപ്പൊ ഇൽമിനൊരു മഹത്വമുണ്ട്. നമുക്ക് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ